ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാദു യാമി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫാട്ടോ, കുറച്ചൊന്നും. രാവിലെ തന്നെ നീച്ചു, മുഖം വാഷ് ചെയ്തു, അപ്പോൾ അടുക്കളയ്ക്ക് നിന്നു. കടയ്ക്ക് രാവിലെ എല്ലാ പണികളും ചെയ്യുന്നു, കാരണം 3:30 ആകുമ്പോഴേക്കും നീക്കും കേട്ടോ. അപ്പോൾ ചാക്ക് കഴിഞ്ഞു, അടിച്ചു വരാനൊക്കെ നിന്നു. അപ്പോൾ ആൾക്ക് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള പണിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്നു. അപ്പോൾ ഇന്ന് കോഴിമുട്ടയും പഴമാണ് കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശല്യപ്പെടുത്തിയപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ തന്നെ നീച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ മക്കൾ പിന്നാലെ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുക, അപ്പോൾ ഞങ്ങൾ തന്നെ പോയി. അപ്പമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില ദിവസം ഇഡ്ഡലി, ദോശ, ഇന്നിപ്പോൾ മുട്ടയും പഴമാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ തരമാണ്. ചില ദിവസം അതൊന്നും ഇഷ്ടമില്ലാത്തപ്പോൾ അത് കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഈവനിങ്ങൊക്കെ ആയപ്പോൾ വേഗം ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ആ ഇഡ്ഡലി എടുത്തിട്ട് നമുക്ക് വറവിട്ടിട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കി വിചാരിച്ചിട്ടോ. ഇഡ്ഡലി കടയിൽ നിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് വേണം വന്നപ്പോൾ കടയിൽ നിന്ന് നല്ല ഇഡ്ഡലി കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം ഇഡ്ഡലിയൊക്കെ വറവിട്ടു. അപ്പോൾ നിങ്ങളെവിടെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ അത്? ഇഡ്ഡലി മാവ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്കൊക്കെ സ്നാക്കായിട്ട് ഉണ്ടാക്കാറുണ്ട്. അത് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കി നോക്കിക്കൊള്ളു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വഴറ്റിയിട്ട് അതിലേക്ക് ഇഡ്ഡലി ഇട്ടെടുത്തതിന് ശേഷം അരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പുളിപ്പുണ്ടാവും, കാരണം രാവിലെ വെക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇട്ടു, ഇത് നന്നായി ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കി പിന്നെ ഇന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി കാരണം കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സേമിയ പായസമാണ് കേട്ടോ. അപ്പം മോന് ഭയങ്കര ഇഷ്ടമായി കാരണം സേമിയ പായസം വെച്ചു. അച്ഛൻ്റെ വക അമ്മയ്ക്കൊരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ് കേട്ടോ ഈ സാരി. അപ്പോൾ നല്ലൊരു സാരിയായിരുന്നു. അപ്പോൾ അതൊക്കെ അച്ഛൻ മേടിച്ചു കൊടുത്തു. പിന്നെ മോന് ഇന്ന് സ്കൂളിൽ പോയപ്പോൾ അവനിന്ന് സ്റ്റാറൊക്കെ കിട്ടിയിട്ടാണ് എഴുതിയതിന്. അപ്പോൾ എന്നാണ് അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ കുറേ ചിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു തന്നു. അപ്പോൾ മുളകൊക്കെ എടുത്തിട്ട് കളിക്കുന്നു, ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ചായൻ്റെ ഇടയൊക്കെ കഴിച്ചവർ. അപ്പോൾ ഓക്കെ, ബായ്. ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ.